നമസ്കാരം. കേരളത്തിൽ നവംബർ 1-ാം തീയതി ഒരു പ്രഖ്യാപനം നടത്തി. ഇനി അതിദാരിദ്ര്യർ കേരളത്തിൽ ഉണ്ടാവില്ല. ആ ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 2021-ൽ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു അതിദാരിദ്ര്യർ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത്. ഈ 5 വർഷത്തിനുള്ളിൽ അതിദാരിദ്ര്യർ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അത് ഇപ്പോ 2021-ൽ അതിന്റെ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ അതിന്റെ സർവേ നടന്നു. അതിനുശേഷം ഗ്രാമസഭകളിലും മറ്റും അതിന്റെ വിശദാംശങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളോട് സംസാരിക്കേണ്ടായി, സംവദിക്കേണ്ടായി. അതിനുശേഷം ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റിൽ നിന്ന് അതിദരിദ്രരെ കണ്ടെത്തുകയും ആ അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനും ഈ 4.5 വർഷക്കാലമായി അതിന്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇപ്പോ നവംബർ 1-ാം തീയതി ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപിച്ചതിന് തലേ ദിവസമാണ്, ഈ പ്രഖ്യാപനം നടന്നതിന്റെ 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പെൻഷൻ 2000 ആക്കും എന്ന് പ്രഖ്യാപിച്ചത്. അത് ഈ നവംബർ മാസം മുതൽ അത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് പ്രധാനപ്പെട്ട 2 വസ്തുതകൾ. ഒന്ന്, അതിദാരിദ്ര്യം ഇല്ലാതാക്കി, അതേപോലെ തന്നെ പെൻഷൻ 2000 ആക്കി. അതിദരിദ്രർ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഈ അതിദരിദ്രർ ഇല്ലാത്ത ലോകത്തിലെ 2ാമത്തെ പ്രദേശമായി ഇപ്പോ കേരളം മാറിയിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം അതിദരിദ്രർ ഇല്ലാതാക്കിയ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ചൈനയാണ്. അതിനുശേഷം ഇപ്പോ കേരളം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിദരിദ്രർ ഇല്ലാത്ത 2ാമത്തെ പ്രദേശമായി കേരളം മാറിയിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ്. പ്രഖ്യാപനം എന്ന് വെച്ചാൽ ഈ 2000 രൂപ ഇപ്പൊ പെൻഷൻ ആക്കിയത് നവംബർ മുതൽ വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോ പത്രപ്രവർത്തകർ വീണ്ടും ചോദിച്ചു, 2500 ആക്കിയതിനു ശേഷം ഈ 2000 ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. അപ്പോ ഗോവിന്ദ മാഷ് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോ ഈ 10 വർഷക്കാലമായി കേരളത്തിന് കിട്ടേണ്ട തുക എന്ന് പറയുന്നത് GST ഇനത്തിലും വിവിധ നികുതി ഇനത്തിലും ഒക്കെയായി കേരളത്തിന് അർഹതപ്പെട്ട തുക എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം കോടി രൂപ വരും. ഈ 2 ലക്ഷം കോടി രൂപ തന്നാൽ കേരളത്തിലെ പെൻഷൻ 2500 അല്ല ആക്കാൻ പോകുന്നത്, അത് 3000 ആക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് നൽകേണ്ട തുക കേന്ദ്രത്തിൽ നിന്നും ഇവിടുന്ന് ടാക്സ് പിരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ആനുപാതികമായി കേരളത്തിന് ലഭിക്കേണ്ട തുക എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. ആ 2 ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ പെൻഷൻ എന്ന് പറയുന്നത് 3000 രൂപയാക്കും എന്നാണ് മാഷ് പറഞ്ഞത്. മാഷ് പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിലെ പ്രധാന ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഗവൺമെന്റ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. 2500 എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ 1000 പറഞ്ഞിട്ട് 1600 ആക്കിയതുപോലെ 2500 പറഞ്ഞിട്ട് വേണമെങ്കിൽ 3000 ആക്കും. അറിയാം സായ അതെന്നെ ഇരിക്കുക. അല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കും. എന്താ അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞില്ലേ? എന്താ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട 2 ലക്ഷം കോടി രൂപ തരണം, വെറുതെ അതെന്താ നിങ്ങൾ പറയാതെ? ഒരൊറ്റ പത്രത്തിന് ഒരു എഴുത്തും വരുന്നില്ലല്ലോ, ഒരു സിംഗിൾ വാചകം വരുന്നില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് പണം കേരളത്തിന് കൊടുക്കും, അതാ എഴുതണ്ട്. നിങ്ങൾ ഹെഡിങ് എഴുതാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന 2 ലക്ഷത്തിലധികം കോടി രൂപ കേരളത്തിന് അനുവദിച്ചാൽ 2500 എന്ന് പറഞ്ഞ വാഗ്ദാനം 2500 അല്ല 3000 ആക്കി വർദ്ധിപ്പിക്കുന്ന എഴുതു. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതു. ഒരൊറ്റ ഒരുത്തരും എഴുതൂല എന്ന് എനിക്കറിയാം. നാളെ കേന്ദ്രം തരാനുള്ള ഈ 2 ലക്ഷം കോടി
രൂപ ഈ കേരളത്തിന് തരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ വികസനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. കേന്ദ്രം ഈ ഒരു ചിറ്റമ്മ നയം കേരളത്തോട് കാണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ 2 ലക്ഷം കോടി രൂപ ഇതുവരെ നൽകാത്തത്. ഈ തുക തന്നില്ലെങ്കിൽ പോലും ഇവിടെ വികസനത്തിന്റെ കാര്യത്തിലും ക്ഷേമകാര്യത്തിലും ഒക്കെ ഇന്ത്യയിൽ തന്നെ മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. അത് സർവതല സ്പർശിയായിട്ടുള്ള വികസനം കേരളത്തിൽ നടക്കുന്നതോടൊപ്പം സാധാരണക്കാരെ, തൊഴിലാളികളെ, അടിത്തട്ടിലുള്ളവരെ, സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന മുന്നേറ്റമാണ് കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്രം ഈ ഫണ്ടുകളൊന്നും തന്നില്ല എങ്കിലും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇനി നടത്തുകയും ചെയ്യും. നാളെ കാലത്ത് ഈ സാധാരണക്കാരെയൊക്കെ മൊത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.